തെക്കേ മലബാറിലെ ഏറ്റവും വലിയ 10 പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. 10ാമത്തേത് സുൽത്താൻ ബത്തേരി. വയനാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ബത്തേരി. ബത്തേരി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ബത്തേരി. വയനാട്ടിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പട്ടണമാണ് ബത്തേരി. വയനാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ബത്തേരി. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു താലൂക്കാണ് ബത്തേരി. കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള പട്ടണവും ബത്തേരിയാണ്. കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിലാണ് ബത്തേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഒമ്പതാമത്തേത് കൽപ്പറ്റ. വയനാട് ജില്ലയുടെ ആസ്ഥാനമാണ് കൽപ്പറ്റ. കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിലാണ് കൽപ്പറ്റ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കൽപ്പറ്റ. വയനാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ആസ്ഥാനമാണ് കൽപ്പറ്റ. വൈത്തിരി താലൂക്കിലാണ് കൽപ്പറ്റ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. എട്ടാമത്തേത് മണ്ണാർക്കാട്. പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മണ്ണാർക്കാട്. മണ്ണാർക്കാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മണ്ണാർക്കാട്. കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ് മണ്ണാർക്കാട് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മണ്ണാർക്കാട്. ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴയുടെ തീരത്താണ് മണ്ണാർക്കാട് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്നും 36 കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും 45 കിലോമീറ്ററും കോഴിക്കോട് നിന്നും 95 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. ഏഴാമത്തേത് പട്ടാമ്പി. പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പട്ടാമ്പി. പട്ടാമ്പി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പട്ടാമ്പി. മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഇവിടെ ഉണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ് പട്ടാമ്പി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഷൊർണൂരിൽ നിന്നും 12 കിലോമീറ്ററും പാലക്കാട് നിന്നും 56 കിലോമീറ്ററും കോഴിക്കോട് നിന്നും 82 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്.
ആറാമത്തേത് കോട്ടക്കൽ. കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിലാണ് കോട്ടക്കൽ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കോട്ടക്കൽ. കോഴിക്കോട് നിന്നും 44 കിലോമീറ്ററും തിരൂരിൽ നിന്നും 13 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. ആയുർവേദ സ്ഥാപനമായ ആര്യവൈദ്യശാലയുടെ നാടാണ് കോട്ടക്കൽ. തിരൂർ താലൂക്കിലാണ് കോട്ടക്കൽ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമത്തേത് തിരൂർ. മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തിരൂർ. തിരൂർ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തിരൂർ. മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലാണ് തിരൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും തിരൂരിലാണ് ഉള്ളത്. പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തിരൂർ. നാലാമത്തേത് മഞ്ചേരി. മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മഞ്ചേരി. ഏറനാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മഞ്ചേരി. മലപ്പുറം ജില്ലയുടെ സെൻട്രൽ ഭാഗത്ത് ആയിട്ടാണ് മഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം, കൊണ്ടോട്ടി, അരീക്കോട്, നിലമ്പൂര്, വണ്ടൂര്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും ഏതാണ്ട് ഒരേ ദൂരമാണ് ഉള്ളത്. കോഴിക്കോട് നിന്നും 46 കിലോമീറ്ററും തിരൂരിൽ നിന്നും 40 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. മൂന്നാമത്തേത് പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പെരിന്തൽമണ്ണ. ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ പട്ടണത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പെരിന്തൽമണ്ണ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പെരിന്തൽമണ്ണ.
മലപ്പുറം ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് പെരിന്തൽമണ്ണ. കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ് പെരിന്തൽമണ്ണ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും 69 കിലോമീറ്ററും പാലക്കാട് നിന്നും 60 കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും 33 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. രണ്ടാമത്തേത് പാലക്കാട്. പാലക്കാട് ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് പാലക്കാട്. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കേരളത്തിൽ ആദ്യം നിലവിൽ വന്ന 4 മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് പാലക്കാട്. ഭാരതപ്പുഴയുടെ പോഷക നദികളായ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും പാലക്കാട് പട്ടണത്തിന്റെ ഇരുവശത്തും കൂടി ഒഴുകുന്നു. മികച്ച റെയിൽവേ സ്റ്റേഷനുകളും KSRTC ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും ഇവിടെ ഉണ്ട്. ഒന്നാമത്തേത് കോഴിക്കോട്. മലബാറിന്റെ തലസ്ഥാനമാണ് കോഴിക്കോട്. കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് കോഴിക്കോട്. അറബിക്കടലിന്റെ തീരത്താണ് കോഴിക്കോട് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മികച്ച റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട്. കാലിക്കറ്റ് എന്ന പേരിലും ഈ പട്ടണം അറിയപ്പെടുന്നു. മലബാറിലെ എല്ലാ ഭാഗത്തേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. മംഗലാപുരം, മൈസൂർ, കോയമ്പത്തൂർ, കൊച്ചി എന്നീ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും ഏതാണ്ട് ഒരേ ദൂരമാണ് ഉള്ളത്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.